ഞാൻ ഏത് സ്റ്റേജിൽ നിൽക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ എക്സാം ടീമാണ്. 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം പഠിച്ചിരിക്കണം. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസിസ്റ്റൻസി എപ്പോഴും വേണം. നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണ്, ടാർഗറ്റ് എന്താണ് എന്ന് ഫിക്സ് ചെയ്തിട്ട് അതിനായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അല്പം ലേറ്റ് ആയാലും ആ ടാർഗറ്റിൽ നിങ്ങൾ എത്തിയിരിക്കും. എൻ്റെ ഒരു പ്ലാനിൽ ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്കിനോടൊപ്പം സ്മാർട്ട് വർക്കാണ് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. സ്മാർട്ട് വർക്ക് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമസ്കാരം, എൻ്റെ പേര് സൂരജ് ആർ എം. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര സ്വദേശിയാണ്. ഇക്കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് റാങ്ക് ലിസ്റ്റിൽ 15 റാങ്കും അതുപോലെ തന്നെ കമ്പനി ബോർഡ് KSFE KSEB റാങ്ക് ലിസ്റ്റിൽ 52 റാങ്കും കരസ്ഥമാക്കാൻ സാധിച്ചു. ആക്ച്വലി ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്തത് IBPS ആണ്. അതായത് ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ IBPS ഒരു വർഷം നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ കോപ്പറേറ്റീവ് എക്സാംസ് നോക്കി. അതൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ഞാനൊരു അല്പം ലേറ്റായിട്ട്, അതായത് 2021 ലാസ്റ്റോടു കൂടിയാണ് ഞാൻ PSCയിലോട്ട് വരുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എമൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അതായത് IBPSഉം കോപ്പറേറ്റീവ് എക്സാമൊക്കെ നോക്കി അത്യാവശ്യം എമൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ എവിടെയെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ആദ്യം നോക്കിയത്. ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് എൻട്രിയിലോട്ട് എത്തുന്നത്. എൻട്രിയുടെ ക്ലാസ്സുകളോ റിവ്യൂകളോ ഞാൻ ആദ്യം നോക്കിയിരുന്നില്ല. ഞാൻ ആദ്യം ആ എമൗണ്ടാണ് ശ്രദ്ധിച്ചത്. എമൗണ്ട് ഞാൻ ജനറൽ ബാച്ചുകാരനാണ്. 999 രൂപയാണ് അന്ന് ഞാൻ എടുത്ത സമയത്ത് ഉണ്ടായിരുന്ന എമൗണ്ട്, അതായത് 2021. അപ്പോൾ എനിക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്ത ആ എമൗണ്ടാണ്. അങ്ങനെ ഞാൻ എൻട്രിയിലോട്ട് എത്തി. ഞാൻ നോക്കിയപ്പോൾ ക്ലാസ്സുകളും അതുപോലെ തന്നെ PDF നോട്ട്സുകളും ഉണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ റാങ്ക് ഫയൽസ് ഒന്നും ഞാൻ അധികം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ PDF നോട്ട്സ് എനിക്ക് പറ്റിയ രീതിയിലായിരുന്നു. അതായത് കുറച്ച് കണ്ടൻറ്റ് മാത്രമേ അതിനകത്തുണ്ടായിരുന്നുള്ളൂ. കണ്ടൻറ്റ് മീൻസ് വായിക്കാൻ എളുപ്പമായിരുന്നു. ബാക്കി ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ റാങ്ക് ഫയലുകളും കണ്ടൻറ്റ് കൂടുതലാണ്, പേജ് നമ്പർ കൂടുതലാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും, അതായത് റിവിഷൻ ടൈമിലും എനിക്ക് അത് റിവൈസ് ചെയ്യാൻ പറ്റണം. റാങ്ക് ഫയൽസ് ഒന്നും അത്രയും എത്തുന്നില്ല എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ഞാൻ എൻ്റർ ചെയ്ത് തന്നെ പിന്നെയും ഫോളോ ചെയ്തത്. കാരണം ഞാൻ റിവിഷൻ സമയത്തും എനിക്ക് ആ PDF വായിക്കാൻ എളുപ്പമായിരുന്നു. അങ്ങനെ തയ്യാറെടുത്തു. IBPSഉം കോപ്പറേറ്റീവ് എക്സാംസും ഞാൻ തയ്യാറെടുത്തു. അത് കഴിഞ്ഞിട്ട് ലേറ്റായിട്ട് ഞാൻ PSCയിലോട്ട് വന്നിട്ട് ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്തത് 10th ലെവൽ എക്സാംസ് ആയിരുന്നു. അത് കഴിഞ്ഞ് +2 ലെവൽ. പക്ഷേ അതിൻ്റെ പ്രിലിംസ് പോലും എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് നല്ല വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു ഡിപ്രഷൻ എന്നുള്ളൊരു സ്റ്റേജിലോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ഞാൻ ഉണ്ടാക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി എക്സാംസിന് ട്രൈ ചെയ്തു. ഡിഗ്രി എക്സാംസിൽ ഞാൻ എൻട്രിയിലെ മോക്ക് എക്സാംസ് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാവരും സാറുമാരെക്കുറിച്ച് പറയുമെങ്കിലും എനിക്ക് ആദ്യം പ്രയോറിറ്റി എനിക്ക് തോന്നുന്നത് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ടീമിനോടാണ്. കാരണം ഞാൻ ഏത് സ്റ്റേജിൽ നിൽക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ എക്സാം ടീമാണ്. ഞാൻ എന്നെ തന്നെയാണ് ഓവർടേക്ക് ചെയ്യാൻ നോക്കിക്കൊണ്ടിരുന്നത്. അതായത് ആദ്യം കിട്ടുന്ന റാങ്ക് അതിനെ ഞാൻ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കോൺസ്റ്റൻ്റ് ആയിട്ട്. അങ്ങനെയാണ് എനിക്കൊരു നല്ലൊരു റാങ്കിലോട്ട് എത്താൻ സാധിച്ചത്. സ്റ്റഡി പ്ലാൻ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റഡി പ്ലാനിൽ എനിക്ക് റിവിഷൻ കറക്റ്റായിട്ട് കിട്ടണം. പഠിക്കുന്നതിലുപരി ഞാൻ കുറച്ച് പഠിച്ചാലും, അതായത് ഒരു 3 ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു, ഒരാഴ്ച ഒരു 3 ടോപ്പിക്ക് പഠിക്കുന്നുവെങ്കിലും ആ 3 ടോപ്പിക്ക് എനിക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്റ്റഡി പ്ലാനാണ് ഞാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടുള്ളത്. ഒരുപാട് പേര് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു പ്ലാനിൽ ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്കിനോടൊപ്പം സ്മാർട്ട് വർക്കാണ് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. സ്മാർട്ട് വർക്ക് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിവിഷൻ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റണമായിരുന്നു. റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര പഠിച്ചു എന്നത് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത് എക്സാമാണ്. ആ എക്സാം കഴിയുമ്പോൾ നമുക്ക് ആ പോർഷൻ ഒന്ന് റിവിഷൻ നടത്താൻ പറ്റണം. ആ രീതിയിലാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്. എത്ര സമയം പഠിക്കുമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആവറേജ് ഒരു 5 മണിക്കൂറാണ്. അത് ചില ദിവസങ്ങളിൽ 1 മണിക്കൂർ പഠിച്ച ദിവസങ്ങളുമുണ്ട്, ചില ദിവസങ്ങളിൽ 13 മണിക്കൂർ പഠിച്ച ദിവസങ്ങളുമുണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ളത് 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം പഠിച്ചിരിക്കണം. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസിസ്റ്റൻസി എപ്പോഴും വേണം. അങ്ങനെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. നോട്ട് പ്രിപ്പറേഷൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ നോട്ട് ആദ്യത്തെ റീഡിങ്ങിൽ, അതായത് ആദ്യത്തെ സ്റ്റഡിയിൽ ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തില്ലായിരുന്നു. അതായത് സെക്കൻഡ് റീഡിംഗ് എന്ന് പറയും. അതായത് റിവിഷൻ നടക്കുന്ന സമയങ്ങളിലാണ് എൻ്റെ സെക്കൻഡ് റീഡിംഗ് വരാറുള്ളത്. ആ സമയങ്ങളിലാണ് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യാറുള്ളത്. കാരണം ഞാൻ ചിന്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മാസമോ 7 മാസമോ എക്സാമിന് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ആ സമയം ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നത്
നോട്ട് അത്യാവശ്യം കുറച്ച് ഉണ്ടായാൽ മതി. ആ ഒരു രീതിയിൽ സെക്കൻഡ് റീഡിങ്ങിന് വരുമ്പോൾ ഞാൻ സെക്കൻഡ് റീഡിങ്ങിൻ്റെ സമയത്ത് മാത്രമാണ് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യാറുള്ളത്. പിന്നെ സ്റ്റാൻഡേർഡ് ബുക്സ് ഏതൊക്കെ ഫോളോ ചെയ്തെന്ന് ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് ബുക്സിൽ ഞാൻ ശ്രദ്ധിച്ചത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് റിവിഷൻ നടത്താൻ പറ്റുന്ന സാഹചര്യത്തിൽ ഉണ്ടായിരിക്കണം. അതായത് ഈ റിവിഷൻ ടൈമിൽ സ്റ്റാൻഡേർഡ് ബുക്സ് പോലും മെയിൻ പോയിൻറ്റ്സ് എനിക്ക് വായിക്കാൻ പറ്റിയിരിക്കണം. അതിൽ സ്റ്റാൻഡേർഡ് ബുക്സ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്ക് ഞാൻ ലക്ഷ്മികാന്തും, അതുപോലെ എക്കണോമിക്സ്, ജോഗ്രഫി സ്റ്റാൻഡേർഡ് ബുക്സ് എന്ന് പറയാൻ ഞാൻ NCERT തന്നെയാണ് ഫോളോ ചെയ്തിരുന്നത്. വേറെ ഒരു ബുക്ക് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എൻട്രിയുടെ ഫീച്ചേഴ്സിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് PDF നോട്ട്സാണ്. ക്ലാസ്സിലുപരിയായിട്ട് അതിന് ശേഷം അവർ തരുന്ന PDF നോട്ട്സാണ് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. കാരണം പല വീഡിയോ ക്ലാസ്സസും സമയക്കുറവ് മൂലം ഞാൻ കാണാതിരുന്നിട്ടുണ്ട്. പക്ഷേ PDF നോട്ട്സ് ഞാൻ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോക്ക് എക്സാംസ് എന്ന് പറയുമ്പോൾ ലൈവ് എക്സാംസാണ് ഞാൻ മെയിനായിട്ട് നോക്കിയിട്ടുള്ളത്. കാരണം ലൈവ് എക്സാംസ് ആകുമ്പോൾ ഒരു ലീഡർഷിപ്പ് ബോർഡ് ഉണ്ടാവും. പിറ്റേ ദിവസം ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഒരു ലീഡർഷിപ്പ് ബോർഡ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പൊസിഷൻ ഏതാണെന്ന് എൻട്രി തന്നെ നമുക്കൊരു ധാരണ ഉണ്ടാക്കി തരും. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഡിഗ്രി ലെവലിൽ ടാസ്ക് വൈസ് ഫോളോ ചെയ്തെങ്കിൽ പോലും മാത്സ് ഞാൻ 10th ലെവലിലാണ് പോയി കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ പ്രദീപ് സാറിൻ്റെ +2 ലെവലിലെ കൺഫ്യൂസിങ് ഫാക്ട്സ് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പ്രദീപ് സാറിൻ്റെ ഒരു വലിയ ഫാനാകുന്നത്. അതുപോലെ തന്നെ ജോഗ്രഫി ഞാനിപ്പോൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന് എനിക്ക് നല്ലൊരു ആത്മവിശ്വാസമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ബിബിൻ സാറും അതുപോലെ തന്നെ റിനോ മറിയം മിസ്സുമാണ് ജോഗ്രഫി ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്കിപ്പം ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ആക്ച്വലി നല്ല ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റും കൂടിയാണ്. ഇനി ഈ മത്സര പരീക്ഷകളിൽ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പേര് പല സ്ട്രാറ്റജിയും പറയും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഏത് സ്ട്രാറ്റജിയാണോ നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നത് ആ സ്ട്രാറ്റജി തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10th ലെവലായാലും +2 ലെവലായാലും എല്ലാത്തിലും IBPS ആയാലും കോപ്പറേറ്റീവ് എക്സാംസ് ആയാലും അധികം വിജയം എത്തിക്കാൻ സാധിക്കാത്ത ഒരാളാണ്. പക്ഷേ എനിക്ക് ഡിഗ്രി ലെവലിൽ ഇത്രയും ഉയർന്ന റാങ്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചത് കൺസിസ്റ്റൻ്റായിട്ട് ഞാൻ ജോലി എന്നുള്ളൊരു ആവശ്യം, എൻ്റെ റിസൾട്ട് എനിക്കൊരു ജോലി ആവശ്യം എന്നുള്ളൊരു സാധനം എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ട്രൈ ചെയ്തത്. അതുപോലെ തന്നെ പ്രതീക്ഷകളൊക്കെ മങ്ങിയിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കോൺസ്റ്റൻ്റായിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണ്, ടാർഗറ്റ് എന്താണ് എന്ന് ഫിക്സ് ചെയ്തിട്ട് അതിനായിട്ട് കോൺസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുക. അല്പം ലേറ്റ് ആയാലും ആ ടാർഗറ്റിൽ നിങ്ങൾ എത്തിയിരിക്കും. ഇനി PSC പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ. നന്ദി.